നമസ്കാരം. ആസ്ട്രോവേദിക് മീഡിയയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യമേ തന്നെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ. എല്ലാവർക്കും ഈ വർഷം സമ്പൽ സമൃദ്ധി നിറഞ്ഞതാവട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിക്കുന്നു. കൊല്ലവർഷം 1199 മലയാള മാസം മീനം 31, അതായത് 2024 ഏപ്രിൽ 13 ശനിയാഴ്ച രാത്രിയിൽ മകേരം നക്ഷത്രത്തിന്റെ 4-ാം പാദത്തിലായി സൂര്യന്റെ മേടസംക്രമണം നടക്കുകയാണ്. ആയതിനാൽ തന്നെ ഏപ്രിൽ 14 ഞായറാഴ്ച വിഷു ആയി ആചരിക്കാവുന്നതാണ്. ഈ വിഷു വർഷകാലം ഓരോ രാശിക്കാർക്കും പ്രദാനം ചെയ്യുന്ന പൊതുഫലങ്ങൾ എങ്ങനെയൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. നിലവിലത്തെ ഗ്രഹസ്ഥിതി നോക്കിയാൽ വ്യാഴം ഇപ്പോൾ മേടം രാശിയിലാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. മെയ് 1 വ്യാഴം ഇടവം രാശിയിലേക്ക് രാശിമാറ്റം നടത്തുകയാണ്. കൂടാതെ രാഹു മീനം രാശിയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. ശനി കുംഭം രാശിയിലും സഞ്ചരിക്കുന്നു. ആദ്യമായി മേടം രാശിക്കാർക്ക് ഈ ഒരു കാലയളവ് എങ്ങനെയൊക്കെയാണെന്ന് പരിശോധിക്കാം. അശ്വതി, ഭരണി, കാർത്തിക, കാൽഭാഗം എന്നിവയടങ്ങിയ മേടം രാശിക്കാർക്ക് പൊതുവെ ഒരുപാട് ഗുണഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു കാലഘട്ടമാണിത്. ജോലിപരമായി വളരെ അനുകൂലമായ സമയം തന്നെ എന്നതിൽ സംശയമില്ല. ജോലിപരമായി നല്ല ചില ഉത്തരവാദിത്തങ്ങളൊക്കെ വന്നു ചേരുവാനും അതുവഴി വിജയകരമായി പൂർത്തീകരിക്കുവാനും തന്മൂലം ജോലിയിൽ ഉയർച്ച, ശമ്പള വർധന എന്നിവയൊക്കെ വന്നു ചേരുന്നതിനും സാധ്യത കാണുന്നു. സാമ്പത്തികമായി വളരെ അനുകൂലമായ സമയമാണിത്. വിവാഹാദി മംഗളകർമ്മങ്ങൾക്കെല്ലാം തന്നെ വളരെ അനുകൂലമായ ഒരു വർഷമാണ് ഇത്. പുതിയ വീട് വാങ്ങുവാനോ നിലവിലെ വീട് അറ്റകുറ്റപ്പണികൾ ചെയ്യുവാൻ കാത്തിരിക്കുന്നവർക്കും എല്ലാം വളരെ അനുകൂലമായ സമയമാണ് ഈ കാലഘട്ടം. കുടുംബക്ഷേത്രത്തിലെ ദേവതയെ പ്രാർത്ഥിക്കുന്നതും യഥാവിധി വഴിപാടുകൾ നടത്തുന്നതും വളരെ ഉന്നതിയിലെത്തിക്കുവാൻ സഹായിക്കുന്നതാണ്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ബിസിനസ്സിൽ വളർച്ചയും സാമ്പത്തിക ലാഭവും പ്രതീക്ഷിക്കാവുന്നതാണ്. ബിസിനസ് വിപുലീകരിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്കും വളരെ അനുകൂലമായ സമയമാണ്. ചില വിലപ്പെട്ട രേഖകൾ കളഞ്ഞു പോകുവാനൊക്കെ സാധ്യതയുള്ളതിനാൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ചെറിയ ചില മടി, അലസത എന്നിവ അനുഭവപ്പെടുവാൻ സാധ്യതയുള്ളതിനാൽ അത് മനസ്സിലാക്കി പ്രവർത്തിച്ചാൽ മറികടക്കുവാനും വിജയം കൈവരിക്കുവാനും സാധിക്കുന്നതാണ്. കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അവരവരുടെ കഴിവിനനുസരിച്ചുള്ള പുരോഗതി പ്രതീക്ഷിക്കാവുന്നതാണ്. ഇടവം രാശി കാർത്തിക 3/4 ഭാഗം, രോഹിണി, മകയിരം ആദ്യ പകുതി എന്നിവയടങ്ങിയ ഇടവക്കൂറിൽ ജനിച്ചവർക്ക് ഈ ഒരു വർഷം കുറച്ച് വിഷമകരമാണെന്ന് പറയാം. ജോലിപരമായി ഒരുപാട് ബാധ്യതകൾ അല്ലെങ്കിൽ ജോലി ഭാരം വന്നു ചേരുന്നതാണ്. ആയതിനാൽ തന്നെ മാനസിക അസ്വസ്ഥത വന്നു ചേരുന്നതാണ്. എന്നിരുന്നാലും വിജയത്തിലെത്തുവാൻ കുറച്ച് കഠിന പ്രയത്നം ആവശ്യമാണ് എന്ന് സാരം. ജോലിപരമായി എന്തെങ്കിലും തീരുമാനമെടുക്കുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും രേഖാമൂലം ഒപ്പുവെക്കുന്നതും എല്ലാം നല്ലതുപോലെ വിശകലനം ചെയ്ത ശേഷം മാത്രം തീരുമാനിക്കുക. എടുത്തുചാടി തീരുമാനം എടുക്കാതെ നല്ലതുപോലെ വിശകലനം ചെയ്ത് തീരുമാനിച്ചാൽ പ്രശ്നങ്ങളിൽ നിന്ന് ഒരു പരിധിവരെ ഒഴിഞ്ഞു മാറുവാൻ സാധിക്കുന്നതാണ്. കുടുംബത്തിൽ ചില അനാവശ്യ വാക്ക് തർക്കങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നതിനാൽ സംസാരം നല്ലതുപോലെ ശ്രദ്ധിക്കേണ്ടതാണ്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുരോഗതി ഉണ്ടാവുമെങ്കിലും വളരെ സാവധാനത്തിലായിരിക്കും എന്നത് മനസ്സിലാക്കേണ്ടതാണ്. നല്ലതുപോലെ ശ്രദ്ധിക്കേണ്ടതും കുറച്ചധികം കഠിന പ്രയത്നം ആവശ്യം കൂടിയായ ഒരു സമയമാണ് ഈ ഒരു വർഷക്കാലം. വിദേശത്ത് ജോലി ചെയ്യുന്നവരും ജോലി കാര്യങ്ങളിൽ എന്ത് തീരുമാനമെടുക്കുമ്പോഴും നല്ലതുപോലെ പഠിച്ച ശേഷം മാത്രം തീരുമാനിക്കുക. കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും പ്രശംസയും അംഗീകാരവും വന്നു ചേരുവാനുള്ള യോഗം കാണുന്നു. രാത്രി യാത്രകളും വാഹന ഉപയോഗവും കഴിവതും ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. മിഥുനം രാശി മകയിരം അവസാന ഭാഗം, തിരുവാതിര, പുണർദം 3/4 ഭാഗം എന്നിവ അടങ്ങിയ മിഥുനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ജോലി സ്ഥലത്തോ ജോലിപരമായോ ചില ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരുമെങ്കിൽ പോലും ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്താൽ എല്ലാം അനുകൂലമായി മാറ്റുവാൻ സാധിക്കുന്നതാണ്. ബിസിനസ് പരമായോ ജോലിപരമായോ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ വന്നു ചേരുന്നതാണ്. ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ ഉത്തരവാദിത്തങ്ങൾ ക്ഷമയോടെ നന്നായി പഠിച്ച് നിറവേറ്റിയാൽ വലിയ വലിയ ഗുണങ്ങളും നേട്ടങ്ങളും വന്നു ചേരുമെന്നതിൽ സംശയമില്ല. എടുത്തുചാടി തീരുമാനങ്ങൾ എടുക്കാതെ നല്ലതുപോലെ വിശകലനം ചെയ്ത് തീരുമാനിക്കുക. പ്രതീക്ഷിച്ച പോലെ വിജയം കൈവരുമെങ്കിൽ പോലും കുറച്ച് കാലതാമസം നേരിടുവാൻ സാധ്യത കാണുന്നതിനാൽ ഇത് മനസ്സിലാക്കി പ്രവർത്തിക്കേണ്ടതാണ്.
കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും വന്നുചേരുന്നതാണ്. ജീവിത പങ്കാളിയുമായി അനാവശ്യ വാക്ക് തർക്കത്തിന് സാധ്യത കൂടുതലായതിനാൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ എത്ര ദേഷ്യത്തിലാണെങ്കിലും സംസാരം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഒരുപാട് ദേഷ്യത്തിലാണെങ്കിൽ ഒരു നിമിഷം ആലോചിച്ച് ഭഗവാൻ വിഷ്ണുവിനെ ഓം നമോ നാരായണായ എന്ന് കുറച്ച് പ്രാവശ്യം പ്രാർത്ഥിക്കുമ്പോഴേക്കും സംസാരം നമുക്ക് നിയന്ത്രിക്കുവാൻ സാധിക്കുന്നതാണ്. വിലപ്പെട്ട രേഖകൾ, അതുപോലെ വിലയേറിയ ആഭരണങ്ങൾ എന്നിവ നല്ലതുപോലെ സൂക്ഷിച്ചു വെക്കേണ്ടതാണ്. അല്ലാത്ത പക്ഷം കളഞ്ഞു പോകുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പുതിയ വീട്, വസ്തു, വാഹനം എന്നിവ വാങ്ങുവാനോ നിലവിലെ വീട് പുതുക്കി പണിയുവാനൊക്കെയുള്ള യോഗം കാണുന്നു. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും വളരെ നല്ല ഒരു സമയമാണ് വരാനിരിക്കുന്നത്. ആയതിനാൽ തന്നെ എന്ത് തീരുമാനമെടുക്കുമ്പോഴും നന്നായി ആലോചിച്ച് മാത്രം തീരുമാനിക്കുക. കൂടാതെ എല്ലാ രേഖകളും നിയമപരമായി ശരിയാണെന്ന് ഉറപ്പുവരുത്തി മുന്നോട്ട് പോവുക. കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും സമയം ഗുണദോഷ സമ്മിശ്രമായി കാണപ്പെടുന്നു. തൻ്റെ കഴിവിനനുസരിച്ചുള്ള അംഗീകാരവും അവസരങ്ങളും തേടി വരുന്നതാണ്. ആരോഗ്യകാര്യങ്ങളിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടാൽ പെട്ടെന്ന് തന്നെ വൈദ്യസഹായം തേടി അതിനുള്ള പരിഹാരം ചെയ്യുന്നത് നല്ലതാണ്. ഒരു കാരണവശാലും അത് പിന്നെ ഒരു ദിവസത്തേക്ക് മാറ്റിവെക്കരുത്. മഹാവിഷ്ണു ഭഗവാനെ പ്രാർത്ഥിക്കുന്നതും വ്യാഴാഴ്ച വ്രതം അനുഷ്ഠിക്കുന്നതും വിഷ്ണു സഹസ്രനാമം പാരായണം ചെയ്യുന്നതും ദോഷത്തെ ഒരു പരിധിവരെ തടഞ്ഞു നിർത്തുവാൻ സഹായിക്കുന്നതാണ്. കർക്കിടകം രാശി. പുണർദം അവസാന ഭാഗം, പൂയം, ആയില്യം എന്നിവ അടങ്ങിയ കർക്കിടകക്കൂറിൽ ജനിച്ചവർക്കും പൊതുവെ ഗുണദോഷ സമ്മിശ്രമാണെന്ന് പറയാം. കർമ്മരംഗത്ത് കുറച്ച് ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. മുൻപേ നടന്നു വന്ന ചില നഷ്ടങ്ങളെ വീണ്ടെടുക്കുവാൻ സാധിക്കുന്നതാണ്. കർക്കിടകക്കൂറുകാരെ കൊണ്ട് മറ്റുള്ളവർക്ക് ചില ഗുണാനുഭവങ്ങൾ വന്നു ചേരുന്നതാണ്. പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് ഈ ഒരു വർഷം വളരെ അനുകൂലമാണ്. തൻ്റെ കഴിവിനും യോഗ്യതയ്ക്കും അനുസരിച്ചുള്ള ഒരു ജോലി ലഭിക്കുന്നതാണ്. കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും വന്നുചേരുന്നതാണ്. പുതിയ വാഹനം, വസ്തു, വീട് എന്നിവ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും വേണ്ട പോലെ കൈകാര്യം ചെയ്താൽ നല്ല പോലെ ഉയർച്ചയിലെത്തുവാൻ സാധിക്കുന്നതാണ്. അതുവഴി സാമ്പത്തിക നേട്ടങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് സമയം അനുകൂലമായി കാണപ്പെടുന്നു. പഠിക്കേണ്ട കാര്യങ്ങൾ ഒന്നും തന്നെ നാളേക്ക് മാറ്റിവെക്കാതെ അന്നന്ന് തന്നെ പൂർത്തിയാക്കി മുന്നോട്ട് പോയാൽ ഭാര കൂടുതൽ അനുഭവപ്പെടാതെ അനായാസം വിജയം കൈവരിക്കുവാൻ സാധിക്കുന്നതാണ്. നാളേക്ക് മാറ്റിവെക്കാം എന്നുള്ള ഒരു തോന്നൽ ഈ സമയത്ത് വരാൻ സാധ്യത വളരെ കൂടുതലായി കാണപ്പെടുന്നതാണ്. കുടുംബ പരദേവതയെ നിത്യവും ധ്യാനിക്കുന്നത് നല്ലതാണ്. കൂടാതെ കഴിവിനനുസരിച്ചുള്ള വഴിപാടുകളും ചെയ്യാവുന്നതാണ്. ദുർഗാദേവിയെ ദിവസവും പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. ചിങ്ങം. മകം, പൂരം, ഉത്രം കാൽഭാഗം എന്നിവ അടങ്ങിയ ചിങ്ങക്കൂറിൽ ജനിച്ചവർക്ക് തൊഴിൽ മേഖലയിൽ ഒരുപാട് ഭാഗ്യാനുഭവങ്ങൾ വന്നുചേരുന്നതാണ്. തൊഴിൽ മേഖലയിൽ ഈശ്വരാധീനം വർദ്ധിക്കുന്നതാണ്. പുതിയതായി തൊഴിൽ തേടുന്നവർക്കും നിലവിലെ ജോലി മാറാൻ ആഗ്രഹിക്കുന്നവർക്കും കുറച്ചുകൂടെ മെച്ചപ്പെട്ടതും മനസ്സിനിണങ്ങിയതുമായ ജോലി തൻ്റെ യോഗ്യതയ്ക്കനുസരിച്ചുള്ളത് ലഭിക്കുന്നതാണ്. കഴിഞ്ഞ കുറച്ചു കാലം കണ്ടകശനി അനുഭവിച്ചു വന്നവരായതിനാൽ തന്നെ അതിൽ നിന്നുള്ള മോചനം വന്നുചേരുന്നതാണ്. കണ്ടകശനി കാലഘട്ടത്തിൽ അനുഭവിച്ചു വന്ന വിഷമതകൾക്കും ബുദ്ധിമുട്ടുകളും മാറി ഗുണാനുഭവങ്ങൾ വന്നു തുടങ്ങുന്നതാണ്. ഒട്ടേറെ ഭാഗ്യാനുഭവങ്ങൾ ജോലിപരമായി വന്നു ചേരുന്നതാണ്. ഉന്നത അധികാരങ്ങളും സ്ഥാനമാനങ്ങളും വന്നു ചേരുവാനുള്ള യോഗം കാണുന്നു. കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും വന്നു ചേരുന്നതാണ്. ജീവിത പങ്കാളിയുമായി എന്തെങ്കിലും അഭിപ്രായ ഭിന്നതകൾ ഉണ്ടായിരുന്നെങ്കിൽ അതെല്ലാം പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതാണ്. മറ്റുള്ളവർക്ക് നിങ്ങളെക്കുറിച്ച് എന്തെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നെങ്കിൽ അതെല്ലാം മാറി സന്തോഷത്തോടെ മുൻപോട്ട് പോകുവാൻ സാധിക്കുന്നതാണ്. കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഗുണഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. തേടി വരുന്ന അവസരങ്ങൾ ചെറുതാണെങ്കിൽ പോലും അവഗണിക്കാതെ മുന്നോട്ട് പോവേണ്ടതാണ്. തുടക്കത്തിലല്ലെങ്കിലും പിന്നീട് ഗുണഫലങ്ങൾ ഒരുപാട് വന്നു ചേരുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിൽ ഗുണാനുഭവങ്ങൾ വന്നു ചേരുന്നതാണ്. ഉപരിപഠനത്തിന് വിദേശത്ത് ശ്രമിക്കുന്നവർക്കും സമയം അനുകൂലമായി കാണപ്പെടുന്നു. കന്നി. ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം, ചിത്തിര ആദ്യ പകുതി എന്നിവയടങ്ങിയ കന്നി രാശിയിൽ ജനിച്ചവർക്ക് വലിയ വലിയ ഭാഗ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു വർഷം തന്നെയാണിത്. ദീർഘകാലമായി അലട്ടിക്കൊണ്ടിരുന്ന പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം വന്നു ചേരുന്നതാണ്. എന്തെങ്കിലും രോഗദുരിതങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അതിൽ നിന്നും മോചനം നേടുവാൻ സാധിക്കുന്നതാണ്. ആരോഗ്യകാര്യങ്ങളിൽ മെച്ചപ്പെടുന്നതാണ്.
വ്യാഴം ഭാഗ്യസ്ഥാനമായ 9 പ്രവേശിക്കുന്ന ഒരു കാലഘട്ടമായതിനാൽ തന്നെ ഭാഗ്യാനുഭവങ്ങളും നേട്ടങ്ങളും ഒരുപാട് പ്രതീക്ഷിക്കാവുന്നതാണ്. ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്യുവാനുള്ള ഭാഗ്യം കന്നിരാശിക്കാർക്ക് ഈ കാലയളവിൽ വന്നു ചേരുന്നതാണ്. പുതിയതായി ചില സംരംഭങ്ങൾ തുടങ്ങുവാനായി കാത്തിരുന്നവർക്കും മുൻപ് ശ്രമിച്ചിട്ട് നടക്കാതിരുന്നവർക്കും ഈ ഒരു കാലഘട്ടം വളരെ അനുകൂലമാണെന്ന് പറയാം. ഒരുപാട് കാലമായി തുടർന്നു വന്ന കർമ്മത്തിന് ഫലം വന്നു ചേരുന്നതാണ് ഈ ഒരു കാലയളവിൽ. ആത്മീയമായ ചടങ്ങുകളിൽ പങ്കെടുക്കുവാനുള്ള യോഗം കാണുന്നു. സന്താനലബ്ധിക്കായി കാത്തിരിക്കുന്ന ദമ്പതികൾക്ക് അതിനുള്ള ഭാഗ്യം ഈ കാലയളവിൽ വന്നു ചേരുന്നതാണ്. കുറെ കാലമായി വിദേശ ജോലിക്ക് ശ്രമിച്ചിട്ടും നടക്കാതിരുന്നവർക്ക് ഈ ഒരു കാലയളവിൽ ശ്രമിക്കാവുന്നതാണ്. തീർച്ചയായും അനുകൂലമായ തീരുമാനം വന്നു ചേരുന്നതാണ്. കൂടാതെ വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കും കർമ്മരംഗത്ത് വളരെയേറെ ഗുണഫലങ്ങൾ വന്നു ചേരുന്നതാണ്. രാത്രികാല യാത്രകളും വാഹന ഉപയോഗവും കഴിവതും ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർ തൻ്റെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട രേഖകളെല്ലാം നന്നായി സൂക്ഷിച്ചു വെക്കേണ്ടതാണ്. കുടുംബത്തിൽ ചില മംഗളകരമായ ചടങ്ങുകൾക്കൊക്കെ സാധ്യത കാണുന്നു. ആർഭാട ആവശ്യത്തിനായുള്ള ചിലവുകൾ ഒന്ന് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുന്നത് നല്ലതാണ്. തുലാം. ചിത്തിര 2ാം പകുതി ഭാഗം, ചോതി, വിശാഖം ആദ്യ 1/4 ഭാഗം എന്നിവയടങ്ങിയ തുലാം രാശിയിൽ ജനിച്ചവർക്ക് ഗുണദോഷ സമ്മിശ്രമാണെന്ന് പറയാം. അഷ്ടമത്തിൽ വ്യാഴം സ്ഥിതി ചെയ്യുന്നു. കൂടാതെ 5-ൽ ശനി സഞ്ചരിക്കുന്നു. പൊതുവെ പുതിയ ചില സംരംഭങ്ങൾ തുടങ്ങുവാനും എല്ലാം അനുകൂലമായ ഒരു സമയമാണിത്. വർഷത്തിന്റെ 2ാം പകുതി ആവുമ്പോഴേക്കും അപ്രതീക്ഷിതമായി ചില ധനം കൈവരുവാനുള്ള യോഗം കാണുന്നു. ബന്ധുക്കളുമായി ചില വാക്കുതർക്കം നടന്നിരുന്നെങ്കിൽ അതിനെല്ലാം പരിഹാരം വന്നു ചേരുന്നതാണ്. പണമിടപാടുകളിൽ നഷ്ടം വരാൻ സാധ്യത കൂടുതലായതിനാൽ എല്ലാ പണമിടപാടുകളും പ്രത്യേകം ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുന്നത് നല്ലതാണ്. പുതിയ ചില സൗഹൃദങ്ങൾ വന്നു ചേരുവാനുള്ള യോഗം കാണുന്നു. കുടുംബത്തിൽ പൊതുവെ സമാധാന അന്തരീക്ഷം പ്രതീക്ഷിക്കാവുന്നതാണ്. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കും വിദേശത്ത് സ്ഥിരതാമസത്തിനുള്ള അനുമതിക്കായി കാത്തിരിക്കുന്നവർക്കും സമയം വളരെ അനുകൂലമാണ്. നിലവിലെ ജോലി മാറാൻ ആഗ്രഹിക്കുന്നവർക്ക് അത്ര ഗുണകരമായി കാണുന്നില്ല. ആയതിനാൽ തന്നെ പുതിയ ജോലിയെപ്പറ്റി നന്നായി അന്വേഷിച്ച് ഉറപ്പിച്ച ശേഷം മാത്രം നിലവിലെ ജോലി ഉപേക്ഷിക്കുക. മനസ്സിൽ ആഗ്രഹിച്ച് കുറെ കാലമായി നടക്കാതിരുന്ന ചില കാര്യങ്ങളെല്ലാം ഈ ഒരു കാലയളവിൽ നടന്നു കിട്ടുന്നതാണ്. വൃശ്ചികം. വിശാഖം അവസാന കാൽഭാഗം, അനിഴം, തൃക്കേട്ട എന്നിവയടങ്ങിയ വൃശ്ചികം രാശിയിൽ ജനിച്ചവർക്ക് ചെറിയ ചില മാനസിക വിഷമതകൾക്ക് സാധ്യത കൂടുതലായതിനാൽ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. കുടുംബത്തിൽ ചെറിയ ചില തെറ്റിദ്ധാരണകൾക്കും അനാവശ്യ വാക്ക് തർക്കങ്ങൾക്കുമെല്ലാം സാധ്യത കാണുന്നതിനാൽ സംസാരം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. സാമ്പത്തികമായും ചെറിയ ചില ബുദ്ധിമുട്ടുകൾ നേരിടുവാൻ സാധ്യതയുണ്ട്. വിവാഹ ആലോചനകൾക്കൊക്കെ അനുകൂലമായ ഒരു സമയമാണ്. മനസ്സിനിണങ്ങിയ രീതിയിലുള്ള ബന്ധങ്ങളൊക്കെ വന്നു ചേരുവാൻ യോഗം വരുന്ന ഒരു കാലഘട്ടമാണിത്. സന്താനങ്ങളുടെ നേട്ടങ്ങളിൽ അഭിമാനിക്കുവാനുള്ള യോഗം വന്നു ചേരുന്നതാണ്. പുതിയ വാഹനം വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്കും അതിനുള്ള സാഹചര്യം അനുകൂലമായി വരുന്നതാണ്. വിദേശവാസത്തിനുള്ള സാഹചര്യം വന്നു ചേരുവാൻ യോഗം കാണുന്നു. വിദ്യാർത്ഥികൾക്ക് പൊതുവെ ചില മടി, അലച്ചിൽ എന്നിവ വന്നു ചേരുവാൻ സാധ്യതയുള്ളതിനാൽ പഠനകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ദുർഗാദേവി ക്ഷേത്ര ദർശനവും ഭദ്രകാളി ആരാധനയും വളരെ ഉത്തമം. ധനു. മൂലം, പൂരാടം, ഉത്രാടം ആദ്യ കാൽഭാഗം എന്നിവയടങ്ങിയ ധനുരാശിയിൽ ജനിച്ചവർക്ക് പൊതുവെ ഗുണദോഷ സമ്മിശ്രമാണെന്ന് പറയാം. ധനുക്കൂറിൽ ജനിച്ചവർ ഈ ഒരു കാലയളവിൽ ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ആരംഭകാലത്ത് പൊതുവെ ഗുണകരമാണെങ്കിലും പിന്നീടുള്ള സമയം പല കാര്യങ്ങളും മന്ദഗതിയിലാക്കുകയും കൂടാതെ ചില സാമ്പത്തിക ക്ലേശങ്ങൾ വന്നു ചേരുവാനും സാധ്യത കാണുന്നതിനാൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. സാമ്പത്തികമായി ചിലവുകൾ വർദ്ധിക്കുവാൻ സാധ്യതയുണ്ടെങ്കിലും എല്ലാം തന്നെ ശുഭ ചിലവുകളായി മാറുന്നതാണ്. പുതിയ വീട് വെക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സമയം വളരെ അനുകൂലമാണ്. കൂടാതെ പുതിയതായി ബിസിനസ് തുടങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്കും സമയം അനുകൂലമായി കാണപ്പെടുന്നു. സഹോദരങ്ങളിൽ നിന്നോ സഹോദര സ്ഥാനത്തുള്ളവരിൽ നിന്നോ ചില ഗുണാനുഭവങ്ങളും സഹായങ്ങളും വന്നു ചേരുന്നതാണ്. മാതാവിൻ്റെ ആരോഗ്യത്തിൽ ചില ക്ലേശങ്ങൾ വന്നു ചേരുവാൻ സാധ്യതയുള്ളതിനാൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ തോന്നിയാൽ ഉടനെ തന്നെ വൈദ്യസഹായം തേടേണ്ടതാണ്. മകരം. ഉത്രാടം അവസാന 1/4 ഭാഗം, തിരുവോണം, അവിട്ടം ആദ്യ പകുതി എന്നിവയടങ്ങിയ മകരക്കൂറുകാരെ സംബന്ധിച്ച് പൊതുവെ ഗുണകരമായ ഒരു കാലഘട്ടമാണെന്ന് വേണം പറയാൻ. ജോലിപരമായി ഒരുപാട് ഗുണഫലങ്ങൾ വന്നു ചേരുന്നതാണ്. ജോലിയിൽ ഉയർച്ച, മേലധികാരികളുടെ പ്രശംസ എന്നിവയൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ്.
അതേപോലെ തന്നെ സാമ്പത്തികമായ ഉയർച്ചയും വന്നു ചേരുന്നതാണ്. ജോലിയിൽ പുതിയ ചില ഉത്തരവാദിത്തങ്ങൾ വന്നു ചേരുന്നതാണ്. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കും ഈ ഒരു കാലഘട്ടത്തിൽ ശമ്പള വർധനയോ അല്ലെങ്കിൽ നിലവിലുള്ളതിനേക്കാൾ മികച്ചതും ശമ്പള വർധനയേറിയതുമായ പുതിയൊരു ജോലി ലഭിക്കുവാനോ ഒക്കെ യോഗം കാണുന്നു. വിദേശ ജോലിക്ക് ശ്രമിക്കുന്നവർക്കും സമയം വളരെ അനുകൂലമായി കാണപ്പെടുന്നു. ദാമ്പത്യ ജീവിതത്തിൽ ചെറിയ ചില കലഹങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നതിനാൽ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. സന്താനലബ്ധിക്കായി കാത്തിരിക്കുന്ന ദമ്പതിമാർക്ക് അനുകൂലമായ സമയമാണ്. വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിൽ പൊതുവെ അനുകൂല സമയമാണെന്ന് വേണം പറയാൻ. പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിക്കുവാൻ സാധിക്കുന്നതാണ്. കുംഭം, അവിട്ടം രണ്ടാം പകുതി, ചതയം, പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം എന്നിവ അടങ്ങിയ കുംഭം രാശിക്കാർക്ക് ആരോഗ്യപരമായ കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. കൂടാതെ ബന്ധുജനങ്ങളുമായി അനാവശ്യമായ ചില വാക്ക് തർക്കങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നതിനാൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. സാമ്പത്തികമായ കാര്യങ്ങളിൽ വലിയ ദോഷം കാണുന്നില്ല. പണമിടപാടുകളിൽ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ജോലി കാര്യങ്ങളിലും വലിയ ദോഷം കാണുന്നില്ല. എങ്കിലും ചില മാനസിക വിഷമതകൾ ജോലിപരമായി ബന്ധപ്പെട്ട് വന്നു ചേരുവാൻ സാധ്യത കൂടുതലാണ്. കുടുംബത്തിൽ പൊതുവെ സ്വസ്ഥതയും സമാധാനവും വന്നു ചേരുന്നതാണ്. വിദ്യാർത്ഥികൾ പഠനകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. പഠനകാര്യങ്ങളിൽ ചില തടസ്സങ്ങൾ വന്നു ചേരുവാൻ സാധ്യതയുള്ളതിനാൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. മീനം, പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി, രേവതി എന്നിവയടങ്ങിയ മീനം രാശിക്കാർക്ക് ഈ സമയം പൊതുവെ സാമ്പത്തികമായി ചെറിയ ചില ബുദ്ധിമുട്ടുകൾക്ക് സാധ്യത കാണുന്നു. ആയതിനാൽ തന്നെ സാമ്പത്തിക ഇടപാടുകളിൽ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ദൈവാധീനം പൊതുവെ കുറഞ്ഞിരിക്കുന്ന കാലഘട്ടമായതിനാൽ ഈശ്വര പ്രാർത്ഥന, ക്ഷേത്ര ദർശനം എന്നിവ മുടങ്ങാതെ തുടരുന്നത് നല്ലതാണ്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പൊതുവെ അത്ര ഗുണകരമല്ല എന്ന് വേണം പറയാൻ. ആയതിനാൽ തന്നെ പുതിയ നിക്ഷേപങ്ങൾ തുടങ്ങുന്നതിന് അനുകൂലമായ ഒരു സമയമല്ല എന്ന് പറയാം. നിലവിലെ അവസ്ഥ മെച്ചപ്പെടുത്തുവാൻ വേണ്ട പരിഹാരങ്ങൾ നല്ലതുപോലെ വിശകലനം ചെയ്ത് പ്രവർത്തിക്കേണ്ടതാണ്. പുതിയ ബിസിനസ് തുടങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്കും ഈ ഒരു സമയം അത്ര ഗുണകരമല്ല എന്ന് പറയാം. വിദ്യാർത്ഥികൾക്ക് പൊതുവെ സമയം അനുകൂലമാണെന്ന് പറയാം. വിദേശ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് സമയം അത്ര അനുകൂലമല്ലെങ്കിലും താമസിയാതെ തടസ്സങ്ങളൊക്കെ നീങ്ങി അനുകൂല സമയം വന്നു ചേരുന്നതാണ്. ഇവിടെ വിവരിച്ചിരിക്കുന്നത് പൊതുഫലം ആയതിനാൽ തന്നെ വ്യക്തിഗത ജാതകം ഇപ്പോഴത്തെ ദശാകാലത്തെ അടിസ്ഥാനമാക്കി വിലയിരുത്തി വേണ്ട പരിഹാര കർമ്മങ്ങൾ ചെയ്താൽ ദോഷങ്ങളിൽ നിന്ന് ഒരു പരിധിവരെ മുക്തിയും ഗുണാനുഭവങ്ങളിൽ വർധനയും വന്നു ചേരുന്നതാണ്. എല്ലാ മാന്യപ്രേക്ഷകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ. എല്ലാവർക്കും ഈ വർഷം സമ്പൽ സമൃദ്ധി നിറഞ്ഞതാവട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിക്കുന്നു.